മോർണിംഗ് എവരിബഡി. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 54 എടുത്താ? ഓക്കെ. ലാക്ക് ഓഫ് ഹൈജീൻ. എന്താ ലാക്ക് ഓഫ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ? ഹൈജീനിക് അല്ലാത്ത, ഹൈജീൻ ഇല്ലാത്ത ഒരവസ്ഥ, ശുചിത്വമില്ലായ്മ, അതാണ് അർത്ഥം. ഇറ്റ് ഈസ് ദ റീസൺ ഫോർ മെനി ഡിസീസസ്. നമ്മൾ പറഞ്ഞുല്ലേ, ഇത്ര ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അതാണ്, പേഴ്സണൽ ഹൈജീൻ അല്ലേ. അതുകൊണ്ട് അതില്ല എന്നുണ്ടെങ്കിലാണ് പല രോഗങ്ങളും വരുന്നത്. ഇസ് ദ റീസൺ എന്ന് പറഞ്ഞാൽ കാരണമാണ്. ഫോർ മെനി ഡിസീസസ്, പലവിധ രോഗങ്ങൾക്കും ഇത് കാരണമാകും. പേഴ്സണൽ ഹൈജീൻ ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ. അതാ പറയണത്. നമ്മൾ പേഴ്സണൽ ഹൈജീൻ നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നമ്മളെ സറൗണ്ടിങ്സും എൻവയോൺമെൻറ്റും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെയും ക്ലീൻ ആക്കണം അല്ലേ. പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചുറ്റുപാടും എൻവയോൺമെൻറ്റും ഹൈജീനിക് ആക്കുന്നത് പോലെ, അത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ എന്നുള്ളതും വ്യക്തി ശുചിത്വം. വാട്ട് ആർ ദ ഹൈജീനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ? വാട്ട് ആർ ദ ഹൈജീനിക് ഹാബിറ്റ്സ്? എന്തൊക്കെ ഹൈജീനിക് ഹാബിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇതൊന്നും നമുക്ക് ദിവസം പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മളെ ഡെയിലി റൂട്ടീനിലുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് പേഴ്സണൽ ഹൈജീനിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടേക്ക് ബാത്ത് എവരി ഡേ, എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലേ. എന്നാൽ പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻസ് നല്ല കേരളൈറ്റ്സ് അധികവും ഈ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലാത്തവരാ തോന്നുന്നു അല്ലേ. ടേക്ക് ബാത്ത് എവരി ഡേ, ദിവസവും കുളിക്കണം. കട്ട് യുവർ നെയിൽസ്, അതും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ നഖം വളരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമ്മളെ നഖങ്ങളൊക്കെ മുറിച്ച് കളയണം. അല്ലെങ്കിൽ എന്താണ്, ഇതിനിടയിൽ ചെളിയും ഒക്കെ കയറിക്കിടക്കും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ വൈറസും ബാക്ടീരിയകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ കൈ കഴുകിയിട്ടും ചിലപ്പോൾ പോവില്ല. എന്താ വെച്ചാൽ ഈ നെയിലിൻ്റെ ഇടയിൽ കയറിയാൽ പെട്ടെന്ന് അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നഖം വളരുമ്പോൾ മുറിച്ച് കളയണം. എന്നാൽ പിന്നെ ഇങ്ങനത്തെ ഒന്നും അതിനുള്ളിൽ അടിഞ്ഞു കൂടില്ല. അപ്പോൾ കട്ട് യുവർ നെയിൽസ്, നഖം മുറിക്കുക. പിന്നെ വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. അതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, ചെയ്യേണ്ടതാണല്ലേ. ആഹാരത്തിന് മുൻപും അതുപോലെ തന്നെ ശേഷവും എന്ത് ചെയ്യണം? കൈ നന്നായിട്ട് കഴുകണം. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്, അതും മസ്റ്റാണ്. നമ്മൾ ബാത്റൂമിൽ പോയി വരുമ്പം, ബാത്റൂമിൽ പോയി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ കൈ നല്ലപോലെ സോപ്പിട്ട് കഴുകണം. ബാത്റൂമിൽ എന്ത് ചെറിയ കാര്യത്തിന് നമ്മൾ അവിടെ ഇവിടെയൊക്കെ തൊട്ടതല്ലേ, നമ്മുടെ പൈപ്പ് പോലും തൊട്ടാൽ നമ്മൾ പൈപ്പ് പോലും കഴുകണം എന്നാണ്. നമ്മൾ പൈപ്പിൻ്റെ പിടിയൊക്കെ ഉണ്ടല്ലോ, ഈ ടാപ്പിൻ്റെ തിരിക്കണ പിടി പോലും കഴുകണം എന്നാണ് ഇവിടെയൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ കൈ നല്ലപോലെ സോപ്പിട്ട് കഴുകണം. പിന്നെ ബ്രഷ് ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്, അതും എല്ലാവരും ചെയ്യുന്നതാണോ? ഒരു നേരം എല്ലാവരും ചെയ്യാറുണ്ട് അല്ലേ, മോർണിംഗ്. നൈറ്റിൽ ചെയ്യാറുണ്ടോ? വേണം, അതാണ് ഏറ്റവും വേണ്ടത്. ഡോക്ടേഴ്സൊക്കെ അധികം പറയുന്നത് നമ്മൾ ബിഫോർ ബെഡ്, അതായത് കിടക്കാൻ പോണതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? നല്ലപോലെ ബ്രഷ് ചെയ്ത് പോകണം. എന്നാൽ തന്നെ നമ്മുടെ പല്ലുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം ബ്രഷ് ടീത്ത് ഇൻ ദ മോർണിംഗിൽ എന്തായാലും ചെയ്യും. അതുപോലെ തന്നെ അറ്റ് നൈറ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ്. ദെൻ വിയർ ക്ലീൻ ഡ്രസ്, എപ്പോഴും നല്ല ശുചിയായി നല്ല വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കണം. വൃത്തിയായി ധരിക്കുക എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളതും ആയിരിക്കണം. ചെളിയായതും ആകെ കരി പുരണ്ടതുമായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇടരുത്. അതായത് ഇടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും ക്ലീൻ ആണെങ്കിൽ, നമ്മൾ പേഴ്സണൽ ഹൈജീൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിട്ട ഡ്രസ്സ് ദിവസവും അലക്കും അല്ലേ, വാഷ് ചെയ്യും. അപ്പോൾ പിന്നെ അതിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അത് നല്ല വൃത്തിയുള്ള ഡ്രസ്സായിരിക്കും. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സും ധരിക്കുക. ഇത്രയാണ് നമ്മൾ
പേഴ്സണൽ ഹൈജീന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട ഹാബിറ്റ്സ് എല്ലാവരും പഠിക്കണം. വാട്ട് ആർ ദ ഹൈജീനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ. നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. അത് ടീച്ചർ വേറെ ക്വസ്റ്റിനും ആൻസറും തരേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഉണ്ട് ക്വസ്റ്റ്യൻ അല്ലേ. എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ആർ ദ ഹൈജീനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ. ഇവിടെ കണ്ടോ, ഇവിടെ തന്നെ ഉണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാ കണ്ടോ, അതെഴുതുക. എന്നിട്ട് ഈ പോയിൻറ്റ്സും എഴുതിയേക്കുക. എക്സാമിന് ഒരു 3-4 പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയുന്നതും എഴുതുക. ടേക്ക് ബാത്ത് എവരി ഡേ, കട്ട് യുവർ നെയിൽസ്, പിന്നെ വിയർ ക്ലീൻ ഡ്രസ്സസ്, വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്, ബ്രഷ് ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് എന്താ നോക്കിയേ. വ്യക്തി ശുചിത്വം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. ഇനി നെക്സ്റ്റ് എന്താണ് നോക്കാം. You should take care of not only personal hygiene but the hygiene of your home, school and public places too. എന്താ പറഞ്ഞത്? നമ്മൾ നമ്മളെ വീടും ചുറ്റുപാടും വൃത്തിയാക്കി, അതുപോലെ തന്നെ നമ്മൾ പേഴ്സണലായിട്ട് നല്ല വൃത്തിയുള്ളവരാണെന്ന് വിചാരിക്കുക. വ്യക്തി ശുചിത്വവും നല്ല നോക്കുന്നുണ്ട്. പക്ഷേ അത് വിചാരിച്ചിട്ട് വേറെയുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വൃത്തികേടാക്കാൻ പാടുണ്ടോ? ഇല്ല. പലരും ചെയ്യുന്ന കാര്യമാണ് അതല്ലേ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്ത് വല്ലാതെ എന്തില്ല, പിന്നെ ഇങ്ങനെയുള്ളതിനൊന്നും ഒരു ഫൈൻ അടിക്കണ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ആളുകൾ എപ്പോഴും എല്ലായിടത്തും പബ്ലിക്കായിട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോണത്. യൂസ് മീലൊന്നും ഇടൂല ആരും അല്ലേ. ഡസ്റ്റ്ബിന്നൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ടൊക്കെ ഉണ്ട് ടൗണുകളിലൊക്കെ. പക്ഷെ എന്ത് ചെയ്യും ആളുകൾ? അത് അവിടെയൊന്നും ഇടൂല. എന്ത് ചെയ്യും? അവിടെയും ഇവിടെയും വലിച്ചെറിഞ്ഞ് നടക്കും. ഇപ്പോൾ നമ്മൾ പിന്നെ ഫോറിൻ കൺട്രീസിലൊക്കെ എങ്ങനെയാണ്, ഒരു മിഠായി കടലാസ് പോലും ഒരു കുട്ടി പോലും റോട്ടിൽ പോലും ഇടൂല. എവിടെ എത്തിയെന്ന് വെച്ചാൽ അവരെ കയ്യിലുണ്ടെങ്കിൽ അത് കയ്യെ പിടിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഡസ്റ്റ്ബിന്നോ യൂസ് മീ പോലുള്ളത് എവിടെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ടേ ഇടുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. പക്ഷെ നമ്മളങ്ങനെ ആക്കണം അല്ലേ. എല്ലാവരും അങ്ങനെ ശീലിക്കണം. അപ്പോൾ എന്താവും? നമ്മുടെ നാടും ശുചിയാവും, നല്ല വൃത്തിയുള്ള നാടാവും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലത്തെ മാലിന്യങ്ങൾ, അതുപോലെയുള്ള നമ്മളെവിടെ യാത്ര പോകുമ്പോൾ നമ്മുടെ അടുത്തുള്ള വേസ്റ്റ് പ്രൊഡക്ട്സൊക്കെ നമ്മളെന്ത് പബ്ലിക്കായിട്ട് വലിച്ചെറിയാണ്ടിരിക്കുക. അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പം നശിക്കുന്നതാണെങ്കിൽ നമുക്ക് കുഴിച്ചിടാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ വല്ല ഈ ആയിട്ട് ചെയ്യുമല്ലോ, റീയൂസബിളാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ. അങ്ങനെ വരുന്ന നമ്മൾ പറയാം ആക്രികളൊക്കെ വരാറുണ്ട്, ആക്രി പെറുക്കുന്ന ആളുകളൊക്കെ വരാറുണ്ട്. അവർക്ക് കൊടുക്കുക. അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തിടാതിരിക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. അതായത് പറയുന്നത് എന്താണ്? ദ ഹൈജീൻ ഓഫ് യുവർ ഹോം, സ്കൂൾ ആൻഡ് പബ്ലിക് പ്ലേസസ് ടു. പേഴ്സണൽ ഹൈജീൻ മാത്രം പോരാ, യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ദി ഹൈജീൻ ഓഫ് യുവർ ഹോം, സ്കൂൾ ആൻഡ് പബ്ലിക് പ്ലേസസ്. ഇതൊക്കെ ശുചിയാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മൾ ഏതൊക്കെ പബ്ലിക് പ്ലേസിൽ പോകണം അവിടെയൊന്നും നമ്മൾ വൃത്തികേടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്താണ്? വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ പഠിക്കുക മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ പ്രവൃത്തികളിലും പലതും അത് കൊണ്ടുവരണം അല്ലേ. അവിടെയും ഇവിടെയും വലിച്ചെറിഞ്ഞ് അവിടെയും ഇവിടെയും ഇതായിട്ട് നടക്കണവരെ കണ്ടാൽ തന്നെ എന്താ പറയുക, തീരെ മാനേഴ്സ് ഇല്ലാത്ത ഒരാൾ അല്ലേ. എല്ലാവർക്കും ഒരു ദേഷ്യം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം, ആർക്കും ഹാമാവാത്ത വിധത്തിൽ എല്ലാ പ്രവൃത്തികളും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം എന്നേക്കാരം നിങ്ങൾ ചോദിക്കണം അല്ലേ. പക്ഷേ ഇതെന്താണ്? ഈ പ്ലാസ്റ്റിക്കും ഇതുപോലുള്ള മാലിന്യങ്ങൾ മണ്ണിൽ കിടന്ന് നശിക്കൂല. അതിൽ നിന്ന് പല പിന്നെ വാതകങ്ങളും ഉണ്ടാകുന്ന ഗ്യാസസൊക്കെ ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യും? നമ്മളെ ഓസോൺ പാളിനെ പോലും നശിപ്പിക്കുത്തരെ. അങ്ങനത്തെ തരം പ്ലാസ്റ്റിക് വരെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള യൂസ് മീലും ഡസ്റ്റ്ബിന്നിലൊക്കെ അത് കൊണ്ടുപോയിടുക. അത്രയുടെ പരിപാടിയുള്ളൂ അല്ലേ. ഓക്കെ, വാട്ട് ആൾ ക്യാൻ വി ഡു വിത്ത് റെസ്പെക്ട് ടു എൻവയോൺമെൻറ്റൽ ഹൈജീൻ? അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എൻവയോൺമെൻറ്റൽ ഹൈജീന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം? അതായത് എൻവയോൺമെൻറ്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുറ്റുപാടും വൃത്തിയാക്കുക, അതായത് പരിസര ശുചിത്വം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ഫോളോ ചെയ്യണം? ഫസ്റ്റ്, ഡു നോട്ട് ത്രോ എവേ വേസ്റ്റ് മെറ്റീരിയൽസ്. അതന്നെ ഫസ്റ്റ് വേണ്ടത്. നമ്മൾ പറഞ്ഞു
വേസ്റ്റ് മെറ്റീരിയൽസ് അവിടെയും ഇവിടെയും വലിച്ചെറിഞ്ഞിട്ട് പോവരുത്. ഡെഫിക്കേറ്റ് ഓൺലി ഇൻ ദ ടോയ്ലറ്റ്. ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ മാലിന്യങ്ങൾ തള്ളുക, നമ്മുടെ മാലിന്യങ്ങൾ, അതായത് മലമൂത്ര വിസർജനം നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യരുത്. പലരും വഴിവെക്കൽ ചെയ്യും, അവിടെയും ഇവിടെയൊക്കെ ചെയ്തിട്ട് അല്ലേ, നാറ്റം കൊണ്ട് മനുഷ്യന് നടക്കാൻ കഴിയില്ല, സ്മെല്ലുണ്ട്. അപ്പോൾ ഡെഫിക്കേറ്റ് ഓൺലി ഇൻ ദി ടോയ്ലറ്റ്. എവിടെ ടോയ്ലറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഡെഫിക്കേഷൻസ് ടോയ്ലറ്റിൽ ചെയ്യാം. പാസ് യൂറിൻ ഓൺലി ഇൻ ദ ടോയ്ലറ്റ്. ഡെഫിക്കേഷനും യൂറിനും എവിടെ പാടുള്ളൂ? ടോയ്ലറ്റിൽ. മനസ്സിലായല്ലോ? അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്നാണ്. പാസ് യൂറിൻ ഇൻ പാസ് യൂറിൻ ഇൻ ദി ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാൻ പാടുക, പബ്ലിക് പ്ലേസിൽ പോയി ചെയ്യരുത് എന്ന്. ഓക്കെ. ഡു നോട്ട് സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. അതാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യം നടത്തേണ്ടത്. ഈ കൊറോണ വന്ന ടൈമിൽ COVID-19 പിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് പറഞ്ഞിരുന്നത്, അതായത് അവിടെ ഇവിടെയും പബ്ലിക് പ്ലേസിൽ തുപ്പരുത്, സ്പിറ്റ് ചെയ്യരുത്. എന്നിട്ട് ചെയ്യാറുണ്ടോ? നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ കാണാൻ ആരെങ്കിലും കുറച്ച് തുപ്പണം, അല്ലേ? പാടില്ല. അത് ഭയങ്കര കേസാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേസ് കൊടുത്താൽ പോലും അത് കുറ്റകരമാണ്. മനസ്സിലായോ? അപ്പോൾ ഡു നോട്ട് സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസ്. ആരങ്ങനെ തുപ്പണ കാണുമ്പോൾ എന്ത് ചെയ്യണം? സ്പിറ്റ് ചെയ്യണത് കാണുമ്പോൾ പറയണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് വേറുള്ളവർക്കും കൂടെ നമ്മൾ രോഗം പരത്താൻ വേണ്ടി ചെയ്യണം. നമ്മളെന്ത് ചെയ്യണം? സൂക്ഷ്മത പാലിക്കണം, അല്ലേ? സൂക്ഷ്മത പാലിക്കുന്നവരായുള്ളൂ. എന്തിനാ നമ്മൾ നമുക്ക് വരുന്നത് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ വേറുള്ളവർക്കും ഒന്നും നമ്മളാൽ വേറുള്ളവർക്കൊന്നും വരരുത്, അല്ലേ? അതും കൂടെ ശ്രദ്ധിക്കണ്ടേ? അപ്പം നമ്മൾ അവിടെയും ഇവിടെയും തുപ്പരുത്. നമുക്ക് പ്രത്യേകിച്ചും COVID-19 നമുക്കുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം. അതായത് നമ്മളിൽ ആ രോഗമുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ പിടിക്കും ചിലവർക്ക്. അത് നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ അനുസരിച്ചിരിക്കും. ചിലർക്ക് നേരത്തെ പ്രത്യക്ഷപ്പെടും, ചിലർക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രത്യക്ഷപ്പെടുക. അപ്പം നമ്മൾ അവിടെയും ഇവിടേക്ക് പിന്നെ സ്പിറ്റ് ചെയ്ത് വെച്ചാൽ അതിലാരെങ്കിലും ചവിട്ടുകയോ എങ്ങനെയും ആരെങ്കിലും മേലൊക്കെ ആവുകയോ ചെയ്താൽ എന്തായിരിക്കും? നമ്മൾ രോഗം പരത്തിയ പോലെ ആയില്ലേ? അപ്പം നമ്മൾ നല്ല പോലെ കെയർ ചെയ്യുക. നെക്സ്റ്റോ, ഡു നോട്ട് ത്രോ എവേ റിമൈൻസ് ഓഫ് ഫുഡ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് റിമൈൻ ആയിട്ട് വരുന്നത്, അതായത് നമ്മൾ ഫുഡ് ബാക്കി വരുന്നതും വലിച്ചെറിഞ്ഞ് കളയരുത്. വീട്ടിലാണെങ്കിൽ നമുക്ക് പക്ഷിമൃഗാദികൾ ഒക്കെ ഉണ്ടാവും, അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ശരിയായിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാം. അത്രയാണ് വേണ്ടത്. ഇത്രയാണ് നിങ്ങൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, അല്ലേ? വാട്ട് ഐ ഡു ടു മെയിൻറ്റെയിൻ ഹൈജീൻ ആണല്ലോ. വാട്ട് ഐ ഡു ടു മെയിൻറ്റെയിൻ, ഞാൻ എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ എന്തെല്ലാം ചെയ്യുന്നു, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എന്താണ്? പുട്ട് എ ടിക്ക് എഗെയിൻസ്റ്റ് ദ ആക്ടിവിറ്റി യു ഡു എമംഗ് ദോസ് ഗിവൺ ബിലോ റിലേറ്റഡ് ടു ഹൈജീൻ. അതിൽ കുറേ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണോ? നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണോ എന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ ബോക്സിൽ ടിക്ക് മാർക്ക് ഇട്ട് വെക്കുക. ബ്രഷ് ടീത്ത് ട്വൈസ് എവരി ഡേ ചെയ്യാറുണ്ടോ? ചെയ്യുന്നവർ ആ ബോക്സിൽ ടിക്ക് ഇട്ട് വെച്ചോളൂ കേട്ടോ. ടേക്ക് ബാത്ത് എവരി ഡേ, ഇനി ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? ഡെയിലി ചെയ്തു തുടങ്ങുക. ഓക്കെ, ടേക്ക് ബാത്ത് എവരി ഡേ ടിക്ക് ഇടണമെങ്കിൽ ഇടാം. ദെൻ വൈപ്പ് ബോഡി ആഫ്റ്റർ ബാത്ത്, എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയല്ലേ? കുളിച്ച ശേഷം നല്ലപോലെ തോർത്തും, അല്ലേ, വൈപ്പ് ചെയ്യും. ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ, അത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. അതായത് തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിക്കണം. ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ. യൂസ് ഫുഡ് വിയർ വൈൽ ഗോയിങ് ഔട്ട്. അതേപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഫുഡ് വെയർ യൂസ് ചെയ്യണം, ചെരുപ്പേ. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്, പറഞ്ഞതല്ലോ. പാസ് യൂറിൻ ഓൺലി ഇൻ ദ ടോയ്ലറ്റ് പറഞ്ഞു കഴിഞ്ഞതാണ്. ടേക്ക് ഫുഡ് ഓൺലി ഇൻ ക്ലീൻ വെസൽസ്, അതായത് നല്ല വൃത്തിയാക്കിയിട്ടുള്ള കഴുകിയ പാത്രങ്ങളിൽ ഫുഡ് യൂസ് ചെയ്യുക, ഫുഡ് എടുക്കുക. എല്ലാവരും ചെയ്യണ കാര്യമല്ലേ? ടിക്ക് ഇട്ടോളൂ കേട്ടോ.
ക്ലീൻ ഹാൻഡ്സ് ലെഗ്സ് ആൻഡ് ഫേസ് ആഫ്റ്റർ പ്ലേ. അത് ചെയ്യണം. നമ്മൾ പുറത്ത് പോയി നമ്മളെ മുറ്റത്ത് തന്നെയാവും കളിച്ചത് അല്ലേ, നമ്മുടെ സ്വന്തം വീടിൻ്റെ സ്വന്തം മുറ്റത്തായിരിക്കും കളിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ വീടിനുള്ളിൽ കയറുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ ചെളിയിലൊക്കെ തൊട്ടിട്ടുണ്ടാവും, പൊടിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ ഹാൻഡ്സും ലെഗ്സും ഫേസും നല്ലപോലെ ക്ലീൻ ആക്കണം. കട്ട് നെയിൽസ് ആൻഡ് കീപ് ദം ക്ലീൻ. വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്. ഡിസ്പോസ് വേസ്റ്റ് മെറ്റീരിയൽസ് അറ്റ് ദി റൈറ്റ് പ്ലേസ്. ഞാൻ പറഞ്ഞു, വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോയിടാൻ, ഡിസ്പോസ് ചെയ്യാൻ, നശിപ്പിക്കാനുള്ള റൈറ്റ് പ്ലേസ് തന്നെ നമ്മൾ കൊണ്ടുപോയിടണം. അതായത് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് വേറെയും അതുപോലെ തന്നെ മണ്ണിൽ നശിക്കുന്ന കാര്യങ്ങൾ വേറെയും, നമ്മൾ അടുക്കളയിലെ കിച്ചണിലൊക്കെ വേസ്റ്റ് വരും അല്ലേ, അത് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആക്കി വെക്കണം. അങ്ങനെ നശിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടോ? വാട്ട് ഐ ഡു ടു മെയിൻറ്റെയിൻ ഹൈജീൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പുട്ട് എ ടിക്ക് മാർക്ക്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഈ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ.